വേദന ഉണ്ടായിട്ടല്ലേ ഞാൻ വേദന ഉണ്ടെന്ന് പറയുന്നത്. അല്ലാണ്ട് വേദന ഇല്ലാത്തിട്ട് വേദന ഇല്ല, വേദന എടുത്തോണ്ടിരുന്നിട്ട് എനിക്ക് വേദന ഇല്ല എന്ന് പറയുന്നതിൽ എനിക്ക് അതിനകത്ത് അർത്ഥമില്ലല്ലോ. വേദന ഉണ്ടെന്ന് പറയാൻ വേണ്ടി തന്നെയല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്, നമുക്ക് അതിനൊരു റിലീഫിന് വേണ്ടിയിട്ടല്ലേ. പക്ഷെ ഇവർ പറയുന്നത് വേദന ഉണ്ടെന്ന് പറയല്ലേ എന്ന്. പിന്നെ നമ്മൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇപ്പൊ അടുത്തൊരു ഭരണം കൂടി നമ്മുടെ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്, UDFന്റെ ഭരണം ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഹോസ്പിറ്റൽ പുതുക്കി പണിയുക, അതിങ്ങനെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ പുതുക്കി പണിയുന്നു, അത് കാണിക്കുന്നു, കൂടുതൽ ഫെസിലിറ്റീസ് വരുന്നു. ഇതിലൊന്നും അല്ല, അവിടെ ചെല്ലുന്ന പേഷ്യൻസിന് അവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ഇതും കൂടി നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ചെല്ലുന്ന വ്യക്തികളെ രോഗത്തിനൊരു റിലീഫ് കിട്ടുമെന്ന് വിചാരിച്ച് ചെല്ലുന്നതാണ്. അല്ലാണ്ട് നമ്മളെ വീണ്ടും കുത്തി വേദനിപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലേണ്ട കാര്യമില്ലല്ലോ. പറയുമ്പം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇത്രയും ഫെസിലിറ്റികളുണ്ട്, ഇത്രയും ഇതുണ്ട്, അങ്ങനെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അവിടെ ചെല്ലുന്ന പേഷ്യൻസിനെ ഇവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയും കൂടി ഒന്ന് മാറണമെന്നാണ് ഞാൻ പറയുന്നത്. നിവൃത്തി ഉണ്ടെങ്കിൽ, എന്റെ ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് നിവൃത്തി ഉണ്ടെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ ഇവരുടെ ഇങ്ങനത്തെ സർക്കാരിന്റെ ഗവൺമെന്റ് ആശുപത്രികളിലോ പോവാതിരിക്കുക. കാരണം നമ്മൾ നമ്മുടെ വേദനയ്ക്ക് വേണ്ടി, നമ്മുടെ വേദനയ്ക്ക് ഒരു റിലീഫിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് ഇതാണെങ്കിൽ നമ്മൾ എന്തിനങ്ങോട്ട് ഓടി ചെല്ലണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ സർജറി എടുത്ത് കളയണം എന്ന അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. പ്രൈവറ്റിലാകുമ്പോൾ നല്ല ഫണ്ട് ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. പക്ഷെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അങ്ങോട്ടേക്ക് പോകേണ്ടിയിരുന്നില്ല എന്ന് തന്നെയായിരുന്നു. അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഞാൻ അനുഭവിച്ച വേദന എത്രയാണോ അതിൽ ഇരട്ടി വേദനയാണ് അവർ ചെക്കപ്പ് അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുത്തി വേദനിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് എനിക്കത് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണകൂടം മാറി UDF ഭരണത്തിൽ വന്നു. ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒരു പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ പേഷ്യൻസിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി മാറണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കുറെ ഫെസിലിറ്റികളും അതും ഇതും ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടി കാണിക്കുന്നു. എന്നാൽ അതേ ജനങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഇതാണെങ്കിൽ ആ ഫെസിലിറ്റികൾ കൊണ്ട് എന്താണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പുറമെ നിന്ന് ഇങ്ങനെ ഇത്ര ഫെസിലിറ്റി മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്ന് ഇങ്ങനെ കാണുന്നതിൽ അർത്ഥമില്ലല്ലോ. മെയിനായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ആണല്ലോ വേണ്ടത്. ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി അത് മാറണമെന്ന് ഞാൻ ശരിക്കും ഇതിനകത്ത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്കിത് ഡയറക്റ്റ് ഉണ്ടായ ഒരു ഇൻസിഡന്റ് കൂടിയാണ്. അങ്ങനെ ഇരിക്കെ ആണ് ഞാനിങ്ങനെ എന്റെ ഹസ്ബൻഡിനോട് ഞാനിങ്ങനെ പറഞ്ഞു, വളരെ മോശമായിട്ടൊരു ഇൻസിഡന്റ് ആണ് എനിക്ക് ഉണ്ടായതെന്ന് ഞാൻ പറയുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറി ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സ അനാസ്ഥ കാരണം കൊണ്ട് വേറൊരു ചേച്ചിയും കൂടി മരണപ്പെട്ടു എന്നുള്ളത്. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഈ വീഡിയോ ഞാൻ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫേസ് ചെയ്ത സിറ്റുവേഷൻ ഓരോ സ്ത്രീകളും, ഒരുപക്ഷെ കോട്ടയം ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന ഓരോ സ്ത്രീകളും ഫേസ് ചെയ്ത ഒരു അവസ്ഥ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്കുണ്ടായ എന്റെ അനുഭവം ഇത് തന്നെയാണ്. നമ്മൾ ഒരു ആശുപത്രിയിലേക്ക് ഓടി ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും കുത്തി വേദനിപ്പിക്കുന്ന ഒരു പ്രൊസീജിയറാണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ടൊരു പെയിൻ കില്ലർ ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ നമുക്ക് തരും, അതെടുത്ത് നമ്മൾ കുറച്ചൊരു ഒബ്സർവേഷൻ റൂമിൽ ഇടും. ഇതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. നമ്മൾ ഒരു അസുഖമായിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഒരു ട്രീറ്റ് ആവരുത് ഒരു കാരണവശാലും ഒരു ഹോസ്പിറ്റലിലും ചെയ്യേണ്ടത്. ഇതിപ്പോൾ പുറമേ നിന്ന് ജനങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്കും കോട്ടയം മെഡിക്കൽ കോളേജ് ഫെസിലിറ്റി ഇത്രയുണ്ട്, അത്രയുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജ് ഇങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷേ ഇതല്ലല്ലോ അവിടെ വേണ്ടത്. പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും കൂടി നമ്മൾ നോക്കണം. അല്ലാതെ ചുമ്മാ കുറെ കെട്ടിടങ്ങളും കുറെ ഫെസിലിറ്റികളും ഉണ്ടാക്കിക്കൊണ്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എങ്ങനെയാണോ ഒരു പേഷ്യന്റ് അവിടെ എത്തുന്നത്, ആ പേഷ്യന്റിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അതും കൂടി ഒന്ന് നോക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ